സോ ദിസ് ഈസ് ഡേ 5 ഓഫ് അവർ ട്രിപ്പ്. ആക്ച്വലി ചിയാങ് മായിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇവിടുന്ന് പായിലേക്ക് പോകാൻ പോവാണ്. പായ്ക്ക് ഇവിടുന്ന് ഏകദേശം 125 കിലോമീറ്റേഴ്സ് ആണ് മാപ്പിൽ കാണിക്കുന്നത്. കുറേ വൈൻഡിങ് റോഡ്സ് ഉണ്ടെന്നാണ് ഞാൻ ഇവിടെ ലോക്കലി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 5 hours മാക്സിമം പോയ 5 hours. അപ്പം 8 മണിയായി, ഏകദേശം ഉച്ച ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കെത്തും വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. നമ്മളിതിപ്പോൾ ഏത് സ്ഥലം എന്നറിയില്ല. എന്തായാലും പായ്ക്ക് പോകുന്ന വഴിയാണ്. ഇതൊരു ലൂപ്പ് എത്തിയിട്ടില്ല, അതായത് നമ്മുടെ വൈൻഡിങ് റോഡ്സ് ഒന്നും എത്തിയിട്ടില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് 7-Eleven. ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞു. എന്നാലും ഐ തിങ്ക് വിൽ റീച്ച് ബൈ ദ ടൈം. ആക്ച്വലി 2 മണിക്കാണ് ചെക്ക് ഇൻ ഹോസ്റ്റലിൽ. സോ അതിന് മുമ്പ് എത്തും മിക്കവാറും. നമ്മൾ ആക്ച്വലി പായിലേക്ക് പോകുന്ന വഴിയായി. വഴിയായിട്ടില്ല, എന്നാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇനിയിപ്പം ഏകദേശം 37 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 51 മിനിറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നെറ്റ് ഓൺ ചെയ്തിട്ടില്ല, ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മേ ബി അത്രയും ഉണ്ടാവില്ല. മൊത്തം 125 കിലോമീറ്റർ ആയിരുന്നു. ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ നമ്മുടെ വയനാടൊക്കെ പോകുന്ന അതേ ഫീലിംഗാണ്. പക്ഷെ റോഡൊക്കെ മറ്റേ നമ്മുടെ ആ ഗ്യാപ്പ് റോഡ് പോലെയുള്ള റോഡുകളാണ്, അതായത് ക്വാളിറ്റി. വയനാട്ടിൽ ഇത്രയും നല്ല റോഡുണ്ട് കേട്ടോ. പായ എത്തിയിട്ട് എന്തെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കാം, കാരണം ഇപ്പോൾ വിശപ്പൊന്നുമില്ല. 11:10 ആയിട്ടുള്ളൂ. പിന്നെ വേറൊരു പ്രശ്നം ഫേസ് ചെയ്തത് എൻ്റെ ഫുൾ ഫേസ് ഹെൽമെറ്റ് അല്ല, ഹാഫ് ഫേസ്ഡ് ആണ്. സോ എനിക്ക് ഈ മൈക്ക് വെച്ചിട്ട് നമുക്ക് എന്താ POV ഷോട്ട്സ് എടുക്കാൻ പറ്റില്ല. സോ മാക്സിമം ഞാൻ എൻ്റെ ചെസ്റ്റ് മൗണ്ട് വെച്ചിട്ടാണ്, ചെസ്റ്റ് മൗണ്ട് അല്ല, ഇതൊരു ബാക്ക് മൗണ്ടാണ്, അത് വെച്ചിട്ടാണ് മാക്സിമം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ, നമുക്ക് പോകുന്ന വഴി ഒന്ന് നോക്കാം എങ്ങനെയാണ്. So this is somewhere in the middle of പായ് പോകുന്ന വഴി. സി പായ് 16 കിലോമീറ്റർ, ടാങ് മാഫ 61 കിലോമീറ്റർ. അത് ഏതാണെന്ന് സ്ഥലം എന്നറിയില്ല. ചിലപ്പോൾ പോകുന്ന വഴിയുള്ളതായിരിക്കും, അല്ലായിരിക്കും.
ลตำบลป่ายขอเชิญร่วมกิจกรรมประเพณีลอยกระทงประจำปีพุทธศักราชขอวัดจัดกิจกรรมเพื่อความบันเทิงในวันที่ขบวนแห่กระทงตามประเพณีวันเกิด ആക്ച്വലി രാത്രി 10 മണി കഴിഞ്ഞു, 10:45 ആയി. സോ ഞാൻ ജസ്റ്റ് വന്നു, ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി കുറച്ച് നേരം. പിന്നെ എണീച്ചൊന്ന് ഫ്രഷ് ആയി ഒന്ന് വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് തൊട്ടപ്പുറത്ത്. സോ അതുവരെ ഒന്ന് ചുമ്മാ ഒന്ന് നടന്നു. അപ്പോൾ ഇവിടെ മറ്റേ ലോയ് ക്രോംതോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെസ്റ്റിവൽ, അതിൻ്റെ ഗ്രാൻഡ് പാരേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ ചുമ്മാ ഒന്ന് ചുറ്റിക്കണ്ടു. പിന്നെ ഒന്ന് ഒരു കഫേ കയറിയിട്ട് പാഡ് തായ് എന്ന് പറഞ്ഞൊരു ഡിഷ്, ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഏകദേശം ഒരു നൂഡിൽസ് പോലെയുള്ള സാധനം തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ഇന്നിപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പരിപാടി, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ റൈഡിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ കുറച്ചും കൂടി ഒരു ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. റിയലി ലൈക്ക് ബിക്കോസ് ചിയാങ്മായിൽ താമസിച്ചപ്പോൾ തന്നെ അവിടെ 2-3 ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോയ അടിപൊളി സ്ഥലമാണ്, ഭയങ്കര റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നും കൂടി പറഞ്ഞു. ഇനിയിപ്പോൾ നാളെയാണ് മെയിൻ പ്രോഗ്രാം. നാളെ പായ് കാനോണിൽ പോകണം. പറ്റുകയാണെങ്കിൽ മറ്റേ ആ ഒരു ഹോട്ട് സ്പ്രിങ് ഉണ്ട്, അതൊന്ന് പോയി ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഒരു വാട്ടർഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുകയാണെന്ന് നോക്കട്ടെ. കാരണം നാളത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല, ആ പായ് കാനിയോൺ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റന്നാ നമ്മൾ മേഹോൻസോങ് ലൂപ്പിൽ പോകുന്നുണ്ട്. അത് ഏകദേശം 194 കിലോമീറ്റർ ഉണ്ട്. മേഹോൻസോങ് ലൂപ്പ് അത്യാവശ്യം കവറായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും മെയ്സാങ്റാങ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലവും കൂടിയുണ്ട്. പറയുന്നതൊക്കെ പ്രൊണൗൺസിയേഷൻ ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഇതിൻ്റെയൊക്കെ ഒരു തായ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സോ നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ഉള്ള ഒരു ഇതല്ലായിരുന്നോ. നിങ്ങളിനിപ്പോൾ ഈ ഷർട്ട് വീണ്ടും കാണുന്നുണ്ടാവും, ഞാൻ ഇട്ട ഡ്രസ്സ് വീണ്ടും കാണുന്നുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആകെ 5 ദിവസത്തെ 5 പെയർ ഓഫ് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ ടോട്ടലി. സോ വീണ്ടും ഇടേണ്ടി വരും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.